പരമ്പരാഗത രീതിയിലുള്ള കളരിപ്പയറ്റ് കേന്ദ്രങ്ങൾ പുതിയ കാലത്ത് അപൂർവമാണ്. ചേർത്തലയിൽ പരമ്പരാഗത രീതിയിലുള്ള കളരി പരിശീലന കേന്ദ്രം സജ്ജമാകുന്നു. പ്രതാപൻ ഗുരുക്കൾക്ക് ഇത് സ്വപ്ന സാഫല്യം. കളരിപ്പയറ്റിന്റെ കാണാമുറകൾ തേടുന്ന ചേർത്തല മാടക്കൽ സ്വദേശി 61 വയസ്സുള്ള പ്രതാപൻ ഗുരുക്കളാണ് പാരമ്പര്യ തനിമയും പൈതൃകവും ഒട്ടും ചോരാതെ പുതിയ കളരി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പഠിപ്പിക്കാൻ ഗുരുപദം ലഭിച്ചെങ്കിലും പ്രതാപൻ ഗുരുക്കൾ ഇപ്പോഴും പഠിക്കുകയാണ്. കാരണം കളരിപ്പയറ്റിൽ അടവുകളും ചുവടുകളും മുറകളും അനന്തമാണ്. അത് പൂർണ്ണമായി പഠിക്കണമെങ്കിൽ പല ജന്മങ്ങൾ വേണ്ടി വരുമെന്നാണ് ഗുരുക്കളുടെ അഭിപ്രായം. വീട് വയ്ക്കാൻ വന്നാൽ നമ്മുടെ വീടാണ് വയ്ക്കാനാണ് നമ്മുടെ ആവശ്യം. അതായിരുന്നു അതുമായിട്ട് വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇദ്ദേഹത്തിന്, അതായത് ദിബു എന്ന് പറഞ്ഞ ആളിനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഗുരുവായൂർ പുള്ളിയുടെ വർക്ക് കണ്ടപ്പോഴാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. ഇവിടെ വന്ന പുള്ളിയുടെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ ഇവിടെ കളരിയുടെ സ്ഥാനം എവിടെയാണ്? അന്ന് നമ്മുടെ ഒരു വീട് ഇവിടെ നിൽപ്പുണ്ട്, കളരിയുടെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു. കളരിയുടെ സ്ഥാനം നമ്മൾ കളരിയുടെ സ്ഥാനം നമ്മുടെ പുരയിടത്തിൻ്റെ കന്നിമൂലയ്ക്കാണെന്ന് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ഇവിടെ കളരിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയാണെങ്കിൽ ആദ്യം കളരി പണിതോളൂ, അതൊക്കെ നമുക്ക് വീടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇത്ര വരെ എത്തിച്ചത്. നമ്മളിപ്പോൾ ഈ ചിങ്ങത്തിൽ തീർക്കണമെന്നുള്ളതാണ് വെച്ചാൽ ഓണത്തിന് മുമ്പ് തീർക്കണം. അടുത്ത വിദ്യാരംഭത്തിന് അധികം പിള്ളേരെ അതിലേക്ക് കയറണം. അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചടങ്ങുകളുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് ചെയ്ത് നമുക്ക് ചിങ്ങത്തിൽ കഴിഞ്ഞാൽ വിദ്യാരംഭം കന്നിമാസത്തിലാണ്. കന്നിമാസത്തിൽ പിന്നെ ചടങ്ങൊന്നും നടക്കത്തില്ല. അപ്പോൾ അത് മുമ്പ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാത്തിനും പ്രത്യേകതകളാണ്. പക്ഷേ ജാലകത്തിന് പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഈ ജാലകങ്ങൾ 18 ജാലകം, ഞങ്ങളുടെ 18 അടവുകൾ എന്നുള്ള രീതിയാണ് സാധാരണ ഉള്ളത്. കളരിയുടെ തോതിരം ചടിലം മണ്ഡലം എന്ന് പറഞ്ഞാൽ 18 അടവുകളാണ് സാധാരണ രീതിയിൽ പറയാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ഐഡിയ വെച്ചിട്ട് പുള്ളിയാണ് 18 അടവ് എന്ന് പറയുമ്പോൾ പുള്ളി അതിന് 18 ജാലകം ആക്കി വെച്ചു. 7 7 14 2 16 2 18 എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ് ആ കൊണ്ടുവന്നത് അവിടെ. പിന്നെ താഴത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പൂഴിയാണ് സാധാരണ ഇടുന്നത്. പൂഴി ഇട്ടിട്ട് നമ്മൾ ഈ മഞ്ഞളും ആര്യവെപ്പും എല്ലാം കൂടി മെഴുകണ ഒരു സമ്പ്രദായമുണ്ട്. നമ്മളത് ആ ഒരു കുഴിയല്ല, തൽക്കാലം എന്തെങ്കിലും ഫ്ലോർ ചെയ്ത് നമ്മൾ ഇത് ചെയ്യാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. കളരിയുടെ പ്രത്യേകത അത് തന്നെയാണ്. കളരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികൾ ഈ കുഴിക്കളരി എന്ന് പറയുമ്പോൾ താഴത്തേക്ക് വെട്ടി ഇറക്കുന്നതാണ്. അതുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ അധികമാകത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മീനമ്മയുടെ മാസത്തിൽ എല്ലാ കളരികളും പണ്ട് കാലങ്ങളിൽ അവധിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മീനമ്മയുടെ മാസത്തിലാണ് പിള്ളേർ വെക്കേഷൻ ആയത് കാരണം ഏറ്റവും കൂടുതൽ പിള്ളേർ എത്തുന്നത് ആ സമയത്താണ്. ഇപ്പോൾ ആരും അവധി ഇടാറില്ല അങ്ങനെ. നമ്മളിപ്പോൾ 30 വർഷമായി ഇവിടെ കളരി ഇട്ടിട്ട് 30 വർഷമായി. അല്ലെങ്കിൽ 10-13,000 പിള്ളേർ നമ്മൾ 13,000 എന്നാൽ 13,000 പിള്ളേർ പഠിപ്പിച്ചിറക്കിയെന്ന് അവകാശപ്പെടുന്നില്ല. കുറച്ച് പിള്ളേരെ പൂർണ്ണമായിട്ടും പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. എങ്കിൽ പോലും പിള്ളേർ 13,000 മേളിൽ പിള്ളേർ കയറി ഇറങ്ങിപ്പോയി. ഒരു ദിവസം വന്നവരുണ്ട്, ഒരാഴ്ച നിന്നവരുണ്ട്, ഒരു മാസം നിന്നവരുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം. ഞാൻ ഒരു കുറച്ച് കാലം കരാട്ടെ പഠിച്ചിട്ടുള്ളൂ. അതിന് വ്യത്യാസം ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു കുട്ടികളുടെ സ്വഭാവ രൂപീകരണം. നമ്മൾ കളരി കൊണ്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾ എല്ലാ മാർഷൽ ആർട്സും അതാണ് പ്രധാനം കൊടുക്കുന്നത്. മാനസികവും ശാരീരികവും ബൗദ്ധികമായ വികാസമാണ് ഇതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. നമ്മളത് ഒരു പരിധിവരെ നമുക്ക് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരുപാട് നല്ല പോലെ തന്നെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ആശാൻ പറഞ്ഞൊരു വാക്കിതാണ്, നാട്ടിലൊരു കളരി ഉണ്ടായ 4 ആൾ നന്നാകും എന്നുള്ളതാണ്. നമുക്ക് 4 ആളിന് പകരം 400 പേരെങ്കിലും നന്നാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് അത് യഥാർത്ഥത്തിനാണ് ഞാൻ ആക്കാൻ. 1977 പഠനം തുടങ്ങിയ പ്രതാപൻ ഗുരുക്കളുടെ ഗുരുനാഥൻ ആന്റണി അന്ത്രപ്പേർ. അതുകൊണ്ടാണ് 1996 മാടക്കൽ കവലയ്ക്ക് അടുത്ത് വീട്ടുവളപ്പിൽ സ്വന്തം കളരി തുടങ്ങിയപ്പോൾ അത് ഗുരുവിന് സമർപ്പിച്ചത്. ആന്റണി അന്ത്രപ്പേർ കളരി എന്നാണ് അതിൻ്റെ പേര്. ഇതിനകം പ്രതാപൻ ഗുരുക്കൾ പഠിപ്പിച്ചത് 13,000-ഓളം ശിഷ്യരെ. ഒപ്പം കളരിമുറയിലെ മർമ്മ ചികിത്സയും തുടങ്ങി. തിരുമ്മും കുഴിച്ചിലും പിഴിച്ചിലും കിഴികുത്തുമായി ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായി. സ്വന്തമായി കളരി ഉണ്ടെങ്കിലും ഒരു വീട് സ്വപ്നമായി മനസ്സിൽ കൂടുകെട്ടിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. അടുത്തിടെ അതിന്റെ ആലോചനയും ആരംഭിച്ചു. കന്നിമൂലയിൽ വീടിനേക്കാൾ നല്ലത് കളരിയാണെന്ന് സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞപ്പോൾ പിന്നെ ചിന്ത ആ വഴിക്കായി. ക്ഷേത്രശില്പിയായ ഹരിപ്പാട് സ്വദേശി ദീപുവിന്റെ മേൽനോട്ടത്തിൽ കളരി നിർമ്മാണം ആരംഭിച്ചു. പാരമ്പര്യവും ശില്പ വൈദഗ്ധ്യവും തച്ചുശാസ്ത്രത്തിന്റെ കണക്കുകളും ഇഴചേർന്നൊരു കളരി ചേർത്തലയിൽ ആദ്യമാണ്. സിനിമകളിൽ കണ്ടിട്ടുള്ള പൂത്തറയും കളരിമൂർത്തി പീഠവും ഫ്ലോറിങ്ങും അടക്കം ഏതാനും പണികൾ കൂടി പൂർത്തിയായാൽ
ഒന്നാം തരം പരമ്പരാഗത കളരി ദൃശ്യമാകും. 18 കടവുകളുടെ പ്രതീകമായ 18 ജാലകങ്ങൾ, ഉയർന്ന പടിക്കെട്ട്, മൊഹാരം, പിണ്ടിത്തൂണുകൾ എന്നിവയാണ് മറ്റ് പ്രത്യേകതകൾ. 42 അടി നീളവും 21 അടി വീതിയുമാണ് കളരിയുടെ വിസ്തീർണം. നിർമ്മാണത്തിന്റെ ഓരോ ചുവടിലും പഴമയുടെ തനിമ ഒട്ടും ചോരാത്ത വിധം സൂക്ഷ്മത പുലർത്തുന്നു. കളരി പൂർത്തിയാകുമ്പോൾ അത് നാടിനും ഏറെ അഭിമാനിക്കാം.